നമുക്കിന്നൊരു ടു ഡു ലിസ്റ്റ് കണ്ടുവന്നാലോ. ഞാനപ്പോൾ ഇന്ന് ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്യാത്തവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിക്കാണ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ തോന്നുന്ന പോലെ എഴുതി വെച്ചാൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ നമ്മളൊരു 5 പോയിൻറ്റ്സ് ഫോളോ ചെയ്യണം ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ. അതായത് ഡു പ്രിയോറിറ്റൈസ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളന്ന് മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വേണം നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലേക്കൊരു ഫോക്കസ് വേണം. എവിടെയെങ്കിലും എന്നല്ല, ടു ഡു ലിസ്റ്റിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ട് നമ്മൾ അതിനൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ദിവസം അതിനെപ്പറ്റി മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ പിന്നെ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ അതിലേക്കൊരു ശ്രദ്ധ കൊടുക്കണം. അതായത് അന്ന് ആ കാര്യം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് മുന്നേ, തലേ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നേ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം നമുക്ക്. നോട്ട് ടു ബി ജനറൽ, അതായത് ഒരു സാധാരണ ഒരു കാര്യമായിട്ട് എടുക്കരുത്. അതായത് നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ടു ഡു ലിസ്റ്റിൽ എഴുതി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ടൈം ബ്ലോക്കിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ചില ദിവസം നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ഡേ തീർന്നു പോകുന്ന പോലെ തോന്നും. കാരണം നമ്മൾ ഒരേ കാര്യത്തിൽ തന്നെ ഒരുപാട് നേരം ഇരിക്കും. അങ്ങനെ ഇരിക്കാതിരിക്കാനാണ് ഈ ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത കാര്യത്തിലോട്ട് പോകും എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ടൈമും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് ഇന്ന കാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റ് എന്ന് പറയുന്നത് ടേക്ക് റെസ്റ്റ്. നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കരുത്. എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പോൾ നമ്മൾ ചെയ്യുമായിരിക്കും, പിറ്റേന്ന് നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് നമുക്ക് പിറ്റേന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിക്ക്, ബോഡിക്കും അതുപോലെ മൈൻഡിനും റെസ്റ്റ് കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഞാൻ കൊടുക്കുന്നത് 6 മണി തൊട്ട് 7:30 വരെ ഹൗസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ 8 മണി തൊട്ട് 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം കേട്ടോ. പിന്നെ 9-9:15 ഞാനൊരു ഫ്രീ ടൈം കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് 10 മണി തൊട്ട് 3:30 വരെ പുറത്ത് പോവുക, ഒന്ന് കറങ്ങുക. അങ്ങനെയൊക്കെയാണ്, ഓഫ് ഡേ ആണല്ലോ. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങുക. പിന്നെ 3:30 തൊട്ട് 6 മണി വരെ ഷോപ്പിംഗ് ചെയ്യുക. കുറച്ച് സാധനങ്ങൾ, അടുത്ത വീക്കിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക. അതുപോലെ തന്നെ 6 മണി തൊട്ട് 8 മണി വരെ വീഡിയോ എഡിറ്റ് ചെയ്യുക, അന്നത്തെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ നാളത്തെ ടു ഡു ലിസ്റ്റ്. ഈ ടു ഡു ലിസ്റ്റ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഞാൻ നാളെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ടൻറ്റ് ഇട്ടിട്ട് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ ഇതുവരെ ടു ഡു ലിസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ടു ഡു ലിസ്റ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ടു ഡു ലിസ്റ്റ് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഫൈനലി എൻ്റെ ടു ഡു ലിസ്റ്റ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.